കാലവർഷത്തിൽ ഇതുവരെ ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് പുറത്തുവിട്ട് കൃഷി വകുപ്പ്. ഏറ്റവും അധികം നാശനഷ്ടം നേരിട്ടത് ഏലം മേഖലയ്ക്കാണ്. ജില്ലയിൽ ഇതുവരെ ആകെ 11,469 കർഷകരുടെ 1,179.58 ഹെക്ടർ കൃഷിഭൂമിയിൽ വിളനാശമുണ്ടായി. 20 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ. കാലവർഷക്കെടുതിയിൽ ജില്ലയിലെ കർഷകർക്ക് സംഭവിച്ചത് 20 കോടിയിലധികം രൂപയുടെ കൃഷിനാശമെന്നാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. മെയ് 24 മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കൃഷിവകുപ്പിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് അനുസരിച്ച് 20,34 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. ആകെ 11,469 കർഷകരുടെ 1,179.58 ഹെക്ടർ കൃഷിഭൂമിയിൽ വിളനാശമുണ്ടായി. വാഴ, ഏലം തുടങ്ങിയ വിളകളെയാണ് മഴയും കാറ്റും കൂടുതൽ ബാധിച്ചത്. ഏറ്റവും അധികം ഏലം കൃഷിയുള്ള നെടുങ്കണ്ടം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്തെ കൃഷി നശിച്ചത്. എന്നാൽ പീരുമേട് ബ്ലോക്കിലാണ് കാലവർഷക്കെടുതി കൂടുതൽ കർഷകരെ ബാധിച്ചത്. നെടുങ്കണ്ടം ബ്ലോക്കിൽ 2,146 കർഷകരുടെ 475.30 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചതുമൂലം 3.80 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. പീരുമേട് ബ്ലോക്കിൽ 3,328 കർഷകരുടെ 340 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. ഇതുമൂലം 6 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി. തൊടുപുഴ ബ്ലോക്കിലാണ് ഏറ്റവും കുറവ് കൃഷിനാശം റിപ്പോർട്ട് ചെയ്തത്. 131 കർഷകരുടെ 3.92 ഹെക്ടർ കൃഷി നശിച്ചതുമൂലം ഇവിടെ 19 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി ബ്ലോക്കിൽ 2,339 കർഷകരുടെ 1,104.77 ഹെക്ടർ ഭൂമിയിൽ 5.54 കോടി രൂപയുടെ നാശനഷ്ടവും സംഭവിച്ചു. ദേവികുളം ബ്ലോക്കിൽ 762 കർഷകർക്കാണ് കാലവർഷത്തിൽ വിളനാശമുണ്ടായത്. കൃഷി നശിച്ചതുമൂലം ആകെ 73 ലക്ഷം രൂപയുടെ നഷ്ടവും ഇവിടെയുണ്ടായി. ഇളന്തേശം ബ്ലോക്കിൽ 40 ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായപ്പോൾ ഇടുക്കി ബ്ലോക്കിൽ 1,351 കർഷകർക്ക് 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കട്ടപ്പന ബ്ലോക്കിൽ 900 കർഷകർക്ക് 1.32 കോടി രൂപയുടെ കൃഷിനാശവും ഉണ്ടായി. ഇളന്തേശത്ത് 54 ഹെക്ടറും ഇടുക്കിയിൽ 85 ഹെക്ടറും കട്ടപ്പനയിൽ 79 ഹെക്ടർ സ്ഥലത്തെ കൃഷിയും നശിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.